നമസ്കാരം. ശബരിമല ക്ഷേത്ര തിരുമുറ്റത്തും സോപാനത്തിലുമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. നാളെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. 18ാം പടിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത സംഭവത്തിലും കോടതി വിമർശനം ഉന്നയിച്ചു. പോലീസിന്റെ ഇത്തരം നടപടി അംഗീകരിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ശബരിമലയിൽ ഭക്തരിൽ നിന്നും അനധികൃതമായി അമിതമായ വില ഈടാക്കുന്ന കടകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനത്തിലെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലെ ഡ്യൂട്ടി മജിസ്ട്രേറ്റുകൾക്കാണ് നിർദ്ദേശം നൽകിയത്. നിശ്ചിത ഇടവേളകളിൽ കടകളിൽ പരിശോധന നടത്തണം. അമിതവില ഈടാക്കുന്നത് കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പമ്പ, സന്നിധാനം പാതയിലെ കടകളിൽ പരിശോധന നടത്തണം. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ചില പ്രശ്നങ്ങൾ സ്പെഷ്യൽ കമ്മീഷണർ സൂചിപ്പിച്ചതായും ഹൈക്കോടതി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി വിവരങ്ങൾ ആരാഞ്ഞ ശേഷമാണ് പരിശോധന സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. വിഷയങ്ങൾ നാളെ വീണ്ടും പരിഗണിക്കും. ശബരിമലയിൽ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചു. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥരുടെ 18ാം പടിയിൽ കയറി നിന്നുള്ള ഫോട്ടോഷൂട്ടിൽ ADGPയും ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്ററുമായ S. ശ്രീജിത്ത് സന്നിധാന സ്പെഷ്യൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിരുന്നു. 18ാം പടിയിൽ ഡ്യൂട്ടി ചെയ്ത പോലീസുകാരാണ് ഫോട്ടോ എടുത്തതെന്നാണ് സൂചന. 18ാം പടിയിലെ പോലീസ് സേവനം ഇത്തവണ ഏറെ പ്രശംസ നേടിയതുമാണ്. ഇതിൽ കയ്യടി കിട്ടുമ്പോൾ കൂടിയാണ് പോലീസിനെ തേടി ഫോട്ടോ വിവാദം എത്തുന്നത്. സംഭവം വിവാദമായതിനെ തുടർന്നായിരുന്നു നടപടി. മണ്ഡലകാലത്തെ ആദ്യ പോലീസ് ബാച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് 25-ന് മലയിറങ്ങി. ഈ ബാച്ചിലുള്ളവരാണ് മടങ്ങും മുൻപ് 24-ന് ഉച്ചയ്ക്ക് 1:30-ന് 18ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത്. ശ്രീകോവിലിനും കൊടിമരത്തിനും 18ാം പടിക്കും പുറംതിരിഞ്ഞ് നിന്നാണ് ചിത്രമെടുത്തിരിക്കുന്നത്. ആചാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഭക്തർക്ക് പോലും ഫോട്ടോ എടുക്കാൻ കർശന വിലക്കുള്ളപ്പോഴാണ് നിയമം പാലിക്കേണ്ട പോലീസ് പടിയിൽ കയറി നിന്ന് ചിത്രമെടുത്തത്. മുമ്പ് ഒരിക്കലും ഇത്തരത്തിൽ ഫോട്ടോ എടുത്തിട്ടില്ല. അതേസമയം ശബരിമല 18ാം പടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആചാര ലംഘനം നടത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഘടകം ആവശ്യപ്പെട്ടു. അയ്യപ്പ വിശ്വാസികൾ പരിപാവനമായി കരുതുന്ന 18ാം പടിയിൽ പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തി ആചാരലംഘനം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവസരം നൽകിയതിൽ ഒന്നാം പ്രതി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി, ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ എന്നിവർ ആരോപിച്ചു. മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ പവിത്രമായ 18ാം പടിയിലൂടെ അയ്യപ്പനെ തൊഴുതു പിറകോട്ടാണ് ഇറങ്ങുന്നത്. 18ാം പടിയുടെ പവിത്രതയും ആചാരവും അതായിരിക്കെ അയ്യപ്പനെ പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ അയ്യപ്പ വിശ്വാസികളായ ആർക്കും കഴിയില്ല. CPM-ന്റെയും പിണറായി സർക്കാരിന്റെയും ഹൈന്ദവ വിരുദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശബരിമല 18ാം പടിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കടുത്ത ആചാര ലംഘനമെന്ന ചർച്ചയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉയർത്തുന്നത്. അതേസമയം സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് ശേഷം മടങ്ങുന്ന ആദ്യ ബാച്ച് പോലീസുകാർ 18ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്ത സംഭവത്തിൽ വിയോജിപ്പുമായി പന്തളം കൊട്ടാരവും രംഗത്ത് വന്നു. 18ാം പടിയിൽ കൊടിമരത്തിന് പുറംതിരിഞ്ഞു നിന്ന് പോലീസ് സ്വാമിമാർ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത സംഭവത്തിൽ കൊട്ടാരത്തിന്റെ ദുഃഖവും വിയോജിപ്പും അറിയിക്കുന്നതായി പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മയെ അറിയിച്ചു. ശബരിമലയിൽ പ്രത്യേകിച്ച് 18ാം പടിയിൽ കഴിഞ്ഞ 10 ദിവസമായി സ്തുത്യർഹമായി പോലീസ് സേവനമനുഷ്ഠിച്ചു. ഇനി ഗ്രൂപ്പ് ഫോട്ടോ വിവാദം പോലെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം. 18ാം പടിയുടെ പവിത്രത കാത്തു സൂക്ഷിക്കണമെന്നും കൊട്ടാരം ആവശ്യപ്പെടുന്നു.